അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. صدق الله العظيم. ബഹുമാനരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഭൂമിയിലെ മനുഷ്യൻ പ്രവർത്തന നിരതനാണ്. എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ ഇവിടെ ആർക്കും ജീവിക്കുവാൻ കഴിയില്ലാത്ത ഒരു പ്രകൃതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ ഏതേത് തരത്തിലുള്ളതാവണം എന്നും ആ പ്രവർത്തനങ്ങളുടെ വൈരുദ്ധ്യം എങ്ങനെയുണ്ട് എന്നും അതിൻ്റെ പ്രതിഫലം എങ്ങനെയായിരിക്കും എന്നും ഈ പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യപ്രകൃതത്തിൻ്റെയും ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ചെറിയ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. സൂറത്തുൽ ലൈൽ, രാത്രി എന്നാണ് അതിന് പേര്. വളരെ അടിസ്ഥാനപരമായ ചില സംഗതികൾ അള്ളാഹു ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള താല്പര്യങ്ങളുണ്ട്. ടാലൻറ്റ് ടെസ്റ്റൊക്കെ നടത്താറുണ്ട്. അഭിരുചി എന്താണ് എന്നറിഞ്ഞതിന് ശേഷം അയാളെ ആ വഴിക്ക് തിരിച്ചുവിട്ടാൽ അയാളുടെ ജീവിതത്തിൽ പലപ്പോഴും വളരെ ആശ്വാസത്തോടു കൂടി ഒരുപാട് വിജയം ഉണ്ടാക്കാൻ സാധിക്കും. ഒരു പ്രത്യേക ഏരിയയ്ക്ക് പറ്റാത്ത ഒരാളെ ആ ജോലിക്ക് നിയോഗിച്ചാൽ പലപ്പോഴും അബദ്ധങ്ങൾ വരുന്നത് കാണാൻ നമുക്ക് സാധിക്കും. ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഈ മേഖലയിൽ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എൻജിനീയറിംഗ് സ്കില്ലുള്ള, ടാലൻ്റുള്ള, അഭിരുചിയുള്ള ഒരു വിദ്യാർത്ഥിയെ മെഡിസിൻ പറഞ്ഞയച്ചാൽ അവനൊരിക്കലും അത് അവിടെ നിന്ന് പഠിച്ചിട്ട്
വിജയിക്കാൻ സാധ്യമാവാതെ വരാറുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ ലോകത്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ ബയോളജിയും വളരെ ആഴത്തിൽ പഠിക്കാൻ കഴിവുള്ള ഒരാളിനെ മാത്സ് പഠിപ്പിക്കാൻ പറഞ്ഞാൽ പലപ്പോഴും പരാജയപ്പെടുകയും ചെയ്യും. ഓരോ സംഗതിയും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എഴുതാൻ കഴിവുള്ള ആൾക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല. പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആൾ പാട്ട് പാടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആവശ്യമായ ഒരുപാട് അഭിരുചികളോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതൊക്കെ രണ്ടായി തരംതിരിക്കാം. നേർമാർഗത്തിലൂടെ പ്രയോജനപ്പെടുത്താം. അള്ളാഹുവിൻ്റെ തൃപ്തിക്കായി സത്യവിശ്വാസത്തോടുകൂടി സമൂഹത്തിൻ്റെ സ്വന്തം പുരോഗതിക്കും കുടുംബത്തിൻ്റെ പുരോഗതിക്കും നാടിൻ്റെ പുരോഗതിക്കും സമൂഹത്തിൻ്റെ പുരോഗതിക്കും ലോകത്തിൻ്റെ പുരോഗതിക്കുമായി പ്രയോജനപ്പെടുത്താം. അല്ലെങ്കിൽ തോന്നിയതുപോലെ തന്നിഷ്ടം പോലെ കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കി ഭൗതിക ജീവിതം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ജീവിക്കാം. ഇത് രണ്ട് വഴി തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പ്രവർത്തനത്തിലല്ല, വിശ്വാസത്തിലും നിയ്യത്തിലുമാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് ആഴത്തിൽ പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രവൃത്തി ഉണ്ടാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചില നിശ്ചിത പദ്ധതി അനുസരിച്ചാണ്. നമുക്ക് നല്ല ഉദ്ദേശം ഉണ്ടെങ്കിലും ഒരുപാട് അധ്വാനിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഉത്തമമായ പ്രതിഫലം അല്ലെങ്കിൽ നല്ല റിസൾട്ട് ആ പ്രവൃത്തി കൊണ്ട് ഉണ്ടാകാറില്ല. അതേസമയം അശ്രദ്ധമായി പലപ്പോഴും അത്ര നല്ല ഉദ്ദേശമില്ലാതെ തന്നെ ചെയ്താലും പലപ്പോഴും നല്ല പ്രതിഫലം അല്ലെങ്കിൽ നല്ല റിസൾട്ടും ഉണ്ടാവാറുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതം തന്നെ സാക്ഷിയായ ഒരു സംഗതിയാണ്. അപ്പോൾ പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ടതുമൊക്കെ അള്ളാഹു പ്രത്യേകമായ ഒരു തലത്തിൽ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പ്രയാസമായാലും ആശ്വാസമായാലും ഓരോരുത്തർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്ത അഭിരുചികളെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലുള്ള വഴിയിലൂടെ പ്രയോജനപ്പെടുത്തുമ്പോൾ കൂടുതൽ ആശ്വാസത്തിൻ്റെ മാർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നയിച്ചു വിടുന്നു. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് എളുപ്പമായി തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു മെരിറ്റ് കൊണ്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് എന്നാണ് അള്ളാഹ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പലപ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു സംഗതിയാണ്. പലപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതി ഈ ഉടമസ്ഥാവകാശം, ഓണർഷിപ്പ്, നമ്മുടെ തടിയുടെയും ധനത്തിൻ്റെയും ഒക്കെ അവകാശം ആത്യന്തികമായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ് എന്ന് അള്ളാഹ് ഉറപ്പിച്ച് പറയുന്നു. ഇത് പൂർണ്ണമായും അംഗീകരിച്ച് സമർപ്പിക്കുമ്പോഴാണ് തടിക്ക് കേടുവരുമ്പോഴും ധനനഷ്ടം വരുമ്പോഴും ഒക്കെ അമിതമായി ദുഃഖിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുക. ഇല്ലെങ്കിൽ രോഗം വരുമ്പോൾ, നഷ്ടം വരുമ്പോൾ ഭയങ്കരമായ ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ആധുനിക ലോകത്ത് ഈ ഒരുപാട് രോഗങ്ങൾ, ശാരീരിക രോഗങ്ങൾ തന്നെ മാനസികമായ കാരണങ്ങൾ കൊണ്ടാണ്. 66% ശാരീരിക രോഗങ്ങളും മാനസികമായ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് തെളിയിക്കുന്ന ചില പഠന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഖൽഖും ഖൗഫും, ഫിയർ ആൻഡ് ആങ്സൈറ്റി എന്നാണ് അതിന് പറയുന്നത്. അതായത് ആങ്സൈറ്റിയും ഫിയറും, ഉത്കണ്ഠ. എന്താണ് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ച് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും മനുഷ്യനൊരു ഉത്കണ്ഠ ഉണ്ടാവും. അതുപോലെ എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ഭയം ഉണ്ടാവും. ഇതവൻ്റെ ബ്ലഡിൻ്റെ കെമിസ്ട്രിയെ പലപ്പോഴും മാറ്റിമറിക്കും. തലച്ചോറിലെ ഞരമ്പുകളിലെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും. ഹൃദയത്തിൻ്റെ ഭിത്തികൾ അത് ബാധിക്കും. ശരീരത്തിലെ മൊത്തം കിഡ്നിയെ ബാധിക്കും, കരളിനെ ബാധിക്കും, പല സ്ഥലങ്ങളും. അതൊക്കെ നമ്മുടെ വൈദ്യശാസ്ത്രം ഓരോന്ന് പേര് കൊടുത്ത് അതാണ് ഇതാണ് എന്നൊക്കെ കഴിഞ്ഞ കാലത്ത് പലതും പറഞ്ഞ് ഇപ്പോൾ വേറെ പറയും. ഇനി കുറച്ച് കഴിയുമ്പോൾ കുറേ കൂടെ മാറ്റിയൊക്കെ പറയും. അതൊന്നും ആത്യന്തികമായുള്ള യാഥാർത്ഥ്യങ്ങളല്ല എന്നതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി പറഞ്ഞു പഠിപ്പിച്ച സംഗതികൾ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഒരു മാർഗമുണ്ട്. ആ മാർഗം ഇന്നതാണ്. അത് അവൻ അനുധാവനം ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ശാരീരികമായും മാനസികമായും അവന് ആശ്വാസം ലഭിക്കും. ശാരീരികമായും മാനസികമായും ആശ്വാസം ലഭിക്കും എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരു പറച്ചിലല്ല. കാട്ടറബികൾ തോന്നിയാസം ജീവിച്ച് അക്രമം നടത്തിയിരുന്ന ഒരു സമൂഹത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞത്. മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലൊരു പുതിയ സമൂഹം ഇങ്ങനെ കരുപ്പിടിപ്പിച്ച് വന്നപ്പോൾ ഈജിപ്തിൽ നിന്ന് ഒരു ഭിഷഗ്വരൻ മദീന സന്ദർശിക്കാൻ പോയി. അന്നത്തെ നാട്ടുവൈദ്യൻ
ഹക്കീം അല്ലെങ്കിൽ ഇന്നത്തെ തബീബ്, ഡോക്ടർ, അദ്ദേഹം അവിടെ ഒരു പുതിയ സമൂഹം വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ട് മനുഷ്യന് അസുഖം ഉണ്ടാകുമല്ലോ. അപ്പോൾ അവിടെ ചികിത്സാ സാധ്യതകളുണ്ട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അവിടെ പോവുകയും കുറേ സമയം കുറേ കാലം അവിടെ ചുറ്റി നടന്നിട്ട് ഇവിടെ ഉള്ള ആളുകൾക്ക് ഒരു പനി പോലും പിടിക്കുന്നില്ല. എന്താണ് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ അവരൊരു മഹാനായ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരമാണ് ജീവിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ കൈ കഴുകുന്നു, അവർ വായും കഴുകുന്നു. ഭക്ഷണം കഴിച്ച ശേഷം അവർ കൈ കഴുകുന്നു, പാത്രം കഴുകി വെക്കുന്നു. അതുപോലെ ദിവസം 5 പ്രാവശ്യം അവർ മിനിമം അംഗസ്നാനം നടത്തുന്നു, അവർ കുളിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ എല്ലാ ഇടപാടുകളും അവർ തുപ്പുമ്പോൾ ഇടത്തോട്ട് തുപ്പുന്നു, ദൂരെ മാറിയിട്ട്. അവർ ശരീരം വൃത്തികേടാക്കാറില്ല. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു തന്നതാണ്, ആത്മീയതയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ അതിനെല്ലാം ഭൗതികമായ ഇഫക്റ്റും കാണുന്നുണ്ട്. ഇപ്പോൾ ബ്ലഡിന്റെ കെമിസ്ട്രി ചേഞ്ച് ചെയ്യുന്ന സംഗതി ആയാലും ഹൃദയത്തിൽ ഇപ്പോൾ ബ്ലോക്ക് ഉണ്ട്, 3 ബ്ലോക്ക്, 4 ബ്ലോക്ക്, 5 ബ്ലോക്ക്, 6 ബ്ലോക്ക്. ഇപ്പം തന്നെ അത് ചെയ്തില്ലെങ്കിൽ തട്ടിപ്പോകുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർ സാധാരണ ഭീഷണിപ്പെടുത്താറുണ്ട്. ഡോക്ടർമാരുടെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഭക്ഷണത്തിൽ അവൻ എന്ത് ഭക്ഷണം എപ്പോൾ കഴിക്കണം, എത്ര കഴിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ നിർദ്ദേശം വരുന്നു. ആവശ്യത്തിലധികം വാരി കഴിച്ച് ഫാറ്റ് അവിടെ ഇവിടെയൊക്കെ കൂടി ശരീരമാകെ നാശമായി രോഗാതുരനായി ഇങ്ങനെ രോഗം പിടിച്ച വയറുമായി നടക്കുമ്പോൾ ഇങ്ങനെ ബ്ലോക്കുകളൊക്കെ വരിക സ്വാഭാവികമാണ്. ഇവിടെയൊക്കെ വ്യക്തമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച മാർഗങ്ങളിലൂടെ ചരിക്കുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നതിന് ഒരു ചരിത്രത്തിന്റെ ഒരു തെളിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വളർന്നു വന്ന ആദ്യകാല മുസ്ലിം സമൂഹം. എന്നൊക്കെ സത്യവിശ്വാസികൾ ദീനിന്റെ മാർഗം ഉറക്കെ പിടിച്ചിട്ടുണ്ടോ അവർക്ക് മാനസികമായി ആശ്വാസം ഉണ്ടായിരുന്നു, ശാരീരികമായി ആരോഗ്യം ഉണ്ടായിരുന്നു, സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവർ ദീനിൽ നിന്നും അള്ളയിൽ നിന്നും അകന്നു കഴിഞ്ഞപ്പോൾ, ഭൗതിക താല്പര്യങ്ങൾ അവരെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയപ്പോൾ, ആർത്തി അവരെ പിടികൂടിയപ്പോൾ അവരെന്തെല്ലാം ഭൗതികമായി ഉണ്ടാക്കിയാലും ലോക നേതൃത്വം നഷ്ടപ്പെടുകയും അവർ ശാരീരികവും മാനസികവുമായി രോഗികളാകുകയും പലപ്പോഴും അടിമകളായി പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ അടിമത്വത്തിൽ നിന്നൊരു ചെറിയൊരു മോചനം കിട്ടി വരുന്നതാണ് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലം മുതൽ ഇന്ന് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഇസ്ലാമിക നവജാഗരണങ്ങൾ എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായ ഒരു പ്രശ്നം, നമുക്കെപ്പോഴെങ്കിലും ആരോഗ്യകരമായ ശരീരത്തോടുകൂടി ആരോഗ്യമായ മനസ്സോടുകൂടി യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ശാന്തമായി നീങ്ങണമെങ്കിൽ, സമൂഹത്തിന് ഇതിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച ആ മാർഗം അവലംബിക്കുകയല്ലാതെ മാർഗമില്ല എന്ന് ഖുർആനും ഹദീസുകളും നമ്മളെ അടിക്കടി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലേക്ക് തിരിച്ചു പോവുക, ആവശ്യമുള്ള ഈമാൻ നമുക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വിജയം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഖുർആൻ എന്നിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വല്ലൈലി ഇദാ യഗ്ഷ, ഇവിടെ ഒരു പ്രകൃതി പ്രതിഭാസത്തെക്കുറിച്ച്, പ്രപഞ്ച പ്രതിഭാസത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് സൂറത്ത് തുടങ്ങുന്നത്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രകൃതത്തെക്കുറിച്ച് എന്തെങ്കിലും അവനെ പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുങ്ങുമ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് ഖുർആന്റെ ഒരു സാധാരണ സ്വഭാവമാണ്. ഇരുൾ മൂടുന്ന രാത്രിയെ ചൂണ്ടിക്കൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു. വന്നഹാരി ഇദാ തജല്ല, ഒളി മിന്നുന്ന പകലിനെ കൊണ്ടും ഞാനിതാ സത്യം ചെയ്യുന്നു. വമാ ഖലഖ ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചുണ്ടാക്കിയ വൈഭവത്തെ ചൂണ്ടിക്കൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു. സത്യം ചെയ്ത് പറയുന്ന കാര്യം ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ പരിശ്രമങ്ങൾ വിഭിന്നങ്ങളാണ്. നിങ്ങൾ നോക്കൂ, ഈ ഇരുൾ മൂടിയ രാത്രി യഥാർത്ഥത്തിൽ നമുക്ക് വിശദീകരിക്കാനാവില്ല എന്താണ് ഇരുൾ. ഇരുട്ട് എന്ത് എന്ന് നമ്മൾ കണ്ടറിയുന്നുണ്ട്, പക്ഷെ നമുക്ക് വിശദീകരിക്കാനാവില്ല. വെളിച്ചമില്ലാത്തത് ഇരുട്ടാണ് എന്ന് പറഞ്ഞാൽ അത് ആ ഡെഫിനേഷൻ പൂർത്തിയാവുകയില്ല. അപ്പൊ ഇരുട്ട് എന്നുള്ളത് ഒരു മഹാ അത്ഭുത പ്രതിഭാസമാണ്. എന്നും കാണുന്നത് കൊണ്ട്, വളരെ ചിരപരിചിതമായതുകൊണ്ട് ആ അത്ഭുതം നമ്മുടെ മനസ്സിനെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്നാണ്. പ്രകാശം നമ്മൾ കാണുന്നുണ്ട്, വെളിച്ചം നമ്മൾ കാണുന്നുണ്ട്, എല്ലാ ദിവസവും സൂര്യൻ എന്ന് ഉദിച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിത്യേന നാം കണ്ടുകൊണ്ട് ഇരിക്കുന്ന ആ സംഗതിയെക്കുറിച്ച് പലപ്പോഴും നമുക്ക് ആഴത്തിൽ ചിന്തിക്കാൻ സാധിക്കില്ല സാധാരണ മനസ്സുകൾക്ക്. പക്ഷേ സൂര്യൻ ഉദിച്ചു വരുന്ന മനോഹരമായ കാഴ്ചയെ നോക്കിക്കൊണ്ട് ഒരുപാട് കവികളും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ചിത്രകാരന്മാരും ഒക്കെ എഴുതുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ രണ്ടാമത് കാണുമ്പോഴാണ് അതിന് നമുക്ക് ശ്രദ്ധ ഉണ്ടാവുന്നത്. ഒരു ഭംഗിയായ ഒരു ചിത്രം, ഒരു ഫോട്ടോഗ്രാഫ്, ഒരു പ്രഭാതത്തിന്റെ ഫോട്ടോഗ്രാഫ് നമ്മൾ കണ്ടാൽ നമുക്ക് ആകർഷകമായി തോന്നും. പക്ഷെ ഒറിജിനൽ കണ്ടാൽ നമ്മൾ അങ്ങനെ അവഗണിച്ച് തള്ളാറാണ്. അത് നമ്മുടെ ചിരപരിചിതത്വം കൊണ്ട് അതിന്റെ പുതുമ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് എന്നതാണ് യാഥാർത്ഥ്യം.
ഈ രാവും പകലും രണ്ട് വിരുദ്ധ രീതികളാണ്, വിരുദ്ധ രീതിയിലാണ്. പക്ഷേ രാവും പകലും അനിവാര്യമാണ്. പകൽ എന്താണെന്ന് അറിയണമെങ്കിൽ രാവ് അനിവാര്യമാണ്. രാവ് എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ പകല് അനിവാര്യമാണ്. രണ്ട് വൈരുദ്ധ്യങ്ങളാണ്, പക്ഷേ പരസ്പര പൂരകങ്ങളാണ്. സൃഷ്ടിപ്പിന്റെ ഈ മഹാത്ഭുതം നിങ്ങൾ കാണുന്നില്ലേ എന്നാണ്. വന്നഹാരിതാത്തജല്ല. അപ്പൊ പകലിന്റെ പ്രകാശവും രാത്രിയുടെ ഇരുട്ടും. പിന്നെ ആണ് പെണ്ണ്. യഥാർത്ഥത്തിൽ ആൺ പെണ്ണ് എന്ന് പറയുന്നത് തിരിയുന്നത് നമുക്കറിയാം ഗർഭാശയത്തിൽ വെച്ചാണ്. ഗർഭാശയത്തിൽ സ്പേമും എഗും കൂടി ഇങ്ങനെ കൂടുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രക്രിയയിലാണ്. ആരാണ് അതിന് ആണെന്നാവുക അല്ലെങ്കിൽ പെണ്ണാവുക എന്ന് പറഞ്ഞു കൊടുത്തതെന്ന് ചോദിച്ചാൽ വൈദ്യശാസ്ത്രത്തിന് ഉത്തരമില്ല. ആണാവാനുള്ള അടിസ്ഥാന സ്വഭാവം അതിലുണ്ടായിരുന്നു. എക്സ് വൈ എക്സ് എക്സ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാന്നുള്ളതല്ലാതെ ആരാണ് അതിനോട് ഡബിൾ എക്സ് ആവുക വൈ എക്സ് ആവുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിച്ചാൽ വൈദ്യശാസ്ത്രത്തിനോ അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തിനോ ഒരു ഉത്തരവും ഇതുവരെ വ്യക്തമായി പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് പുറപ്പെടുന്ന ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. ഇത് പുറപ്പെടുന്നതിന് മുമ്പ് ഇങ്ങനെ പിന്നിലേക്ക് പോയാൽ ആദം നബിയിൽ ചെന്നെത്തും. ആദം നബിയെ സൃഷ്ടിക്കുമ്പോൾ നഫ്സും വാഹിദ എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അവിടെ ആണും പെണ്ണും വേർതിരിക്കപ്പെട്ടില്ല. ആദമിനെ ആണായി പടച്ചെങ്കിലും അതിൽ തന്നെ പെണ്ണ് ഉൾക്കൊണ്ടിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ അടുത്ത സൃഷ്ടിപ്പ് എന്നുള്ളതാണ്. ആദമിന്റെ വാരിയൽ ഊരി നാം സൃഷ്ടിച്ചു എന്നൊക്കെ പല ഹദീസിൽ നിന്ന് മനസ്സിലാക്കാറുണ്ട്. അപ്പൊ ഇവിടെ ആണും പെണ്ണും കൂടി ആത്യന്തികമായി യഥാർത്ഥത്തിൽ ഒന്നാണ് എന്നാണ്. അതായത് മനുഷ്യൻ എന്ന ഏറ്റവും പരമപ്രധാനമായ ആ പ്രപഞ്ചത്തിലെ അത്ഭുത ജീവി ഒന്നാണ് എന്നുള്ളതാണ്. പക്ഷേ രണ്ടായി നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം കരുപിടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ആണാവുകയും പെണ്ണാവുകയും രണ്ടും ഒരുപോലെ തന്നെയാണ്. സ്പേമിൽ നിന്നും എഗ്ഗിൽ നിന്നും രണ്ടാളുകളിൽ നിന്നും ഈ വരുന്നത് പണ്ട് ഒന്നിൽ നിന്ന് തന്നെയാണ് കൊളുത്തി വെച്ച് വളർന്നു വലുതായത്. ഇത് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നില്ലേ? അത് നിങ്ങളുടെ തന്നെ വർഗത്തിൽ നിന്നുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വമിൻ അൻഫുസിക്കും, നിങ്ങളെ വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസിക്കും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഇവിടെ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ആ എഗ്ഗും സ്പേമും ചേർന്ന് കൊണ്ട് സൈഗോട്ടായോ അത് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ അതായത് മനുഷ്യ കുഞ്ഞായി വരുമ്പോ ഒരുപാട് പരിണാമങ്ങൾ കഴിഞ്ഞ് മനുഷ്യ കുഞ്ഞായി വരുമ്പോ പിന്നെ വളർന്ന് വലുതാകുമ്പോ യുവത്വം പ്രാപിക്കുമ്പോ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, കാരുണ്യവും സ്നേഹവും നാം അവരിലെ രണ്ടാളുകളുടെയും ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം സ്നേഹിക്കുന്നു. അള്ളയേക്കാൾ അധികം അവര് പരസ്പരം പലപ്പോഴും സ്നേഹിച്ചു കളയാറുണ്ട് എന്നുള്ളതും ഒരു പ്രായോഗിക യാഥാർത്ഥ്യമാണെന്നതാണ്. അള്ളാഹുവാണ് ഇത് നൽകിയിട്ടുള്ളത് എന്ന് അംഗീകരിച്ചുകൊണ്ട് സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിന് അനുഭൂതി വളരെ വലുതായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുകയാണ്. ഇവിടെ ഇന്ന സഅയക്കും ലശത്ത, അതുപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ രണ്ട് വിഭിന്നങ്ങളായ രൂപങ്ങളിലാണ്. മൊത്തം മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ രണ്ട് വിഭിന്നങ്ങളായ രൂപങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വകതിരിച്ച് വേർതിരിച്ച് കാണിക്കാൻ. ഫഅമ്മാ മൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന, തനിക്ക് ലഭിച്ചത് അഅത എന്ന് പറയുമ്പോൾ പല പണ്ഡിതന്മാർ ഇത് ധനം കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അത് അവിടെ ധനം കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രം ചുരുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അഅത എന്ന് ജനറൽ ആയിട്ടാണ് പറഞ്ഞത്. ലഭ്യമായതെന്തും, ആരോഗ്യമാണെങ്കിൽ അത്, പണമാണെങ്കിൽ അത്, സ്ഥാനമാണെങ്കിൽ അത്, വിജ്ഞാനമാണെങ്കിൽ അത്, ഒരു മനുഷ്യന് ലഭ്യമായത് അവൻ മറ്റുള്ളവർക്ക് നൽകുന്നു. അപ്പം നൽകുകയും കിട്ടിയത് മറ്റുള്ളവർക്ക് നൽകാനുള്ള മനസ്സും വിശ്വാസം ഉണ്ടാകുകയും വത്തഖ, സൂക്ഷ്മത പാലിക്കുകയും വസദ്ദഖ ബിൽ ഹുസ്ന ഇത്യാദി നന്മകളെ അതായത് ഉത്തമമായ സ്വഭാവത്തെ, ഉത്കൃഷ്ട ഗുണങ്ങളെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നവരാണ്. ഉത്കൃഷ്ട ഗുണങ്ങളിൽ ഏറ്റവും ഉത്തമമായത് ഈമാനാണ്. അള്ളാഹുവാണ് ഇതൊക്കെ നൽകിയത് എന്ന് അംഗീകരിക്കലാണ്. എന്നിട്ട് അള്ളാഹുവിന് വിധേയമാകലാണ് ഏറ്റവും ഉത്തമമായ നന്മ. അതിനുശേഷമാണ് മറ്റു നന്മകളൊക്കെ ഉള്ളത്. അപ്പോൾ സത്യവിശ്വാസം സ്വീകരിച്ചു, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്ന് പറയുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറഞ്ഞത് ഉത്കൃഷ്ട നടപടികളെ സത്യപ്പെടുത്തുകയും നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിനെ അംഗീകരിച്ച് പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് അള്ളാഹുവിനോട് സൂക്ഷ്മത പാലിച്ച് നീക്കുന്ന ആളുകൾക്ക് ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, അവന് എളുപ്പമുള്ള മാർഗം നാം ഉടനെ സൗകര്യപ്പെടുത്തി കൊടുക്കും. ജീവിതത്തിലെ എളുപ്പമുള്ള മാർഗം സൗകര്യപ്പെടുത്തി കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വരും.
നല്ല നിലയ്ക്ക് വിശ്വസിക്കുകയും ഒരുപാട് ഇബാദത്ത് എടുക്കുകയും ചെയ്യുന്ന ആളുകൾ പ്രായോഗിക ജീവിതത്തിലെ കച്ചവട രംഗങ്ങളിൽ, വിദ്യാഭ്യാസ രംഗങ്ങളിൽ, ഔദ്യോഗിക രംഗങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ എന്നാണ് നമ്മൾ പെട്ടെന്ന് നോക്കുക. നമുക്കെല്ലാം ഇവിടെ കിട്ടണമെന്നാണ്. അള്ളാഹു പരലോകം കൂടി ചേർത്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ മുന്നിൽ കാണുന്നത് മാത്രമല്ല, ഫസനു യസ്സിറുഹു ലിൽ യുസ്ര എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം, ഫസനു എന്നാണ് പറയുന്നത്, അപ്പോൾ നാം, അത് സാ ചേർത്തുകൊണ്ടാണ് പറയാം, സനു യസ്സിറു, അപ്പോ നാം അവന് ഏർപ്പെടുത്തി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവന്റെ പ്രയാണ വീഥിയിൽ, അവന്റെ ഔദ്യോഗിക മേഖലകളിൽ തീരുമാനമെടുക്കാനുള്ള സമയത്ത്, അതുപോലെ അവന് ആശ്വാസം വേണ്ടപ്പോ, അതുപോലെ അവന് ആവശ്യങ്ങൾ നേരിടുമ്പോ, അവൻ ബേജാറാവുമ്പോ, അവൻ വെപ്രാളപ്പെടുമ്പോ, അവൻ തട്ടിപ്പോകുമോ എന്ന് ബേജാറായിക്കൊണ്ടിരിക്കുമ്പോ, ആവശ്യങ്ങൾ അവനെ ശ്വാസം മുട്ടിക്കുമ്പോ, അപമാനം വന്നു പോകുമോ എന്നവൻ ഭീതിപ്പെട്ട് വേവലാതിപ്പെടുമ്പോ, ലിൽ യുസ്ര, അവൻ ആശ്വാസത്തിന്റെ വഴി നാം അവന് തുറന്നു കൊടുക്കുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആരെങ്കിലും നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ഉത്കൃഷ്ട നടപടികളെ സത്യപ്പെടുത്തുകയും ചെയ്ത് ജീവിക്കാൻ തയ്യാറായാൽ അവന്റെ ജീവിതത്തിന്റെ ഇടപാടുകളിൽ സൗകര്യമായ വഴി നാം ഏർപ്പെടുത്തി കൊടുക്കും എന്നുള്ളതാണ്. അമ്മാമൻ ബഖില വസ്തഗ്ന വകല്ലബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര. ഇനി ആരെങ്കിലും പിശുക്ക് കാണിക്കുക, എന്നിട്ട് പിന്നെ സ്വയം പോന്നവനാണ്, തനിക്ക് താൻ പോന്നവനാണ്. ഗനി എന്ന് പറഞ്ഞാൽ പണം എന്നുള്ളതാണ്. ഇസ്തഗ്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ മതി എന്ന ധാരണയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഓണർഷിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൊടുക്കാതെ, ഉടമസ്ഥാവകാശം അല്ലാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ, ഞാന് അതിന് പോന്നവനാണ്, എനിക്കൊരാവശ്യമുണ്ട്, എന്റെ കയ്യിൽ പണമുണ്ട്, എന്റെ വീട്ടിൽ കാറുണ്ട്, പറഞ്ഞാൽ കേൾക്കുന്ന ഡ്രൈവറുണ്ട്, വിളിച്ചു പറഞ്ഞാൽ കേൾക്കുന്ന ഓഫീസറുണ്ട്, അതുപോലെ ഞാൻ ചെന്നാൽ സഹായിക്കാൻ വക്കീലന്മാരുണ്ട്, കോടതിയിൽ ജഡ്ജികളെ വേണമെങ്കിൽ സ്വാധീനിക്കാം, വേണ്ട ഈ രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ UN സെക്രട്ടറി ജനറൽ സ്വാധീനിക്കാൻ വിചാരിച്ചാൽ ഒരു ടെലിഫോണിന്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാര് ലോകത്തിന്റെ നാനാഭാഗത്തും ജീവിക്കുന്നുണ്ട്. ഇത്തരം ആളുകളുടെ മനോഭാവത്തെക്കുറിച്ചാണ്. ചെറിയ കുടിലിലെ ആൾ മുതൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ആളുകൾ വരെ ഇങ്ങനെ തനിക്ക് താൻ പോന്നവനാണ് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർ യഥാർത്ഥത്തിൽ ഖദ്ദബ ബിൽ ഹുസ്നയാണ്, അതായത് ഉത്കൃഷ്ടമായ നടപടിക്രമങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത്തരമൊരു മനോഭാവം വെച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്ക് താൻ പോന്നവനാണ് എന്ന് ചിന്തിക്കുന്നവൻ മറ്റൊരു തരത്തിൽ ആത്മപൂജകനാണ്. അവൻ ചെയ്യുന്നത് ഷിർക്കാണ് എന്നാണ് ഖുർആൻ എന്നും ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷിർക്ക് ഇങ്ങനെ ഏതെങ്കിലും മഖബറയിൽ പോയിട്ട് ദ്വാരക്കുന്നത് മാത്രമല്ല ഷിർക്ക്, സ്വന്തം നിലയ്ക്ക് അള്ളാഹുവിനെ അംഗീകരിക്കാതെ ആത്മപൂജ നടത്തുന്നത്, അള്ളാഹുവിന്റെ സഹായം വേണ്ടി വരും എന്ന് ചിന്തിക്കുന്നിടത്ത് ഞാൻ തന്നെ മതി എന്ന് വിചാരിക്കുന്നത് ഭയങ്കര കടുത്ത ഷിർക്കായിട്ട് ഖുർആനിലൂടെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബിംബാരാധനയേക്കാൾ ഏറ്റവും കൊടിയ ഷിർക്കാണ് ആത്മപൂജ എന്നുള്ളതാണ്. തരക്കേടില്ല, ഞാന് തരക്കേടില്ല എന്നൊരു മനോഭാവം ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു സഹായം ലഭ്യമായാൽ, എന്തെങ്കിലും ഒരു വിജയമുണ്ടായാൽ അപ്പോൾ അള്ളാഹുവിനെ സ്തുതികീർത്തനം ചെയ്യുകയും അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന് ഏറ്റവും വലിയ വിജയമുണ്ടായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പഠിപ്പിക്കുകയായിരുന്നു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അള്ളാഹുവിന്റെ സഹായം എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് ഒരുപാട് ആളുകൾ കൂട്ടം കൂട്ടമായി വരുന്നത് നിനക്ക് കാണാം പ്രവാചകരെ. ഫസബ്ബിഹ്, അന്നേരം നീ ആഹ്ലാദിക്കല്ല വേണ്ടത്. ഫസബ്ബിഹ്, ഇതിന് സഹായം ചെയ്ത നിന്റെ രക്ഷിതാവിന്റെ പരിശുദ്ധയെ ഉറക്കെ പ്രകീർത്തിച്ചു കൊള്ളുക, അവന് സ്തോത്ര ഗീത ആലാപനങ്ങൾ നടത്തിക്കൊള്ളുക. ബിഹംദി റബ്ബിക, അവന്റെ സ്തുതികീർത്തനങ്ങൾ ആലാപനം നടത്തുക. വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ, അവിടെ തെറ്റ് ചെയ്തതുകൊണ്ടല്ല, അള്ളാഹുവിലേക്ക് നാഥനാണ് സഹായം നൽകിയത്. ഏതെങ്കിലും മനസ്സിന്റെ ഒരു കോണിൽ ഇത് എന്റെ സ്വന്തം മെരിറ്റ് കൊണ്ടുണ്ടായതാണെന്നെങ്ങാനും പിശാചിന്റെ പ്രേരണ കൊണ്ട് ഞാൻ ചിന്തിച്ചു പോയാൽ ഈ സത്യത്തിന്റെ മാർഗത്തിലുള്ള എന്റെ അധ്വാനം വിനിഷ്ടമായി പോകും എന്ന ഭയത്തോടുകൂടി ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. അതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചകൻ അങ്ങനെയാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ജീവിതത്തിലെ പരീക്ഷയിൽ വിജയിക്കുമ്പോ, അല്ലെങ്കിൽ ഉദ്യോഗം കിട്ടുമ്പോ, അല്ലെങ്കിൽ ഒരു ഇലക്ഷനിൽ ജയിക്കുമ്പോ, എവിടെയെങ്കിലും നല്ല കാര്യത്തിൽ ഒരു വിജയമുണ്ടാകുമ്പോ, മോശമായ ഒരു കാര്യത്തിൽ വിജയം ഉണ്ടായാൽ അവൻ ഖേദിച്ചു മടങ്ങിയാ വേണ്ടി. നല്ല കാര്യത്തിൽ ഒരു വിജയം ഉണ്ടാകുമ്പോ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ.
അതാണ് യഥാർത്ഥം നാം നിർദ്ദേശിക്കപ്പെടുന്നത്. മനുഷ്യന് അഹന്ത വെടിഞ്ഞ്, ഗർവ് വെടിഞ്ഞ്, തനിക്ക് താൻ പോകുന്നവനാണെന്ന ചിന്ത വെടിഞ്ഞ് വളരെ വളരെ വിനയാന്വിതനായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയുക. അങ്ങനെ തിരിയുന്നവൻ മാത്രമാണ് ഉത്കൃഷ്ട നടപടിയെ അംഗീകരിക്കുന്നവൻ. അല്ലാത്തത് കദ്ദബ ബിൽ ഹുസ്ന എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. അപ്പോൾ നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ഉത്കൃഷ്ട നടപടിയെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു തആല എളുപ്പമുണ്ടാക്കി കൊടുക്കും. അതുപോലെ ആളുകൾക്കൊന്നും കൊടുക്കാതെ ബഖീൽത്തനം കാണിക്കുക, അതായത് ചെലവഴിക്കാതിരിക്കുക എന്നുള്ള അല്ല ഇസ്ലാമിന്റെ കൺസെപ്റ്റില് ബുഖ്ല് എന്നുള്ള. ആവശ്യത്തിന് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും സ്വന്തം താല്പര്യത്തിനും ആഹ്ലാദത്തിനും വേണ്ടി ഇഷ്ടം പോലെ ചെലവഴിക്കുകയും ചെയ്യുക എന്നാണ് പണ്ഡിതന്മാര് ഇതിന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. മനുഷ്യൻ എന്തായാലും ചെലവഴിച്ചേ പറ്റൂ, കുറച്ചൊക്കെ അവൻ ചെലവഴിച്ചേ പറ്റുള്ളൂ. ആ ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗം വരുമ്പോ പിശുക്ക് പിടിക്കുകയും നാട്ടുകാരുടെ മുന്നിൽ ആളാവേണ്ടി വരുമ്പോ ധാരാളിത്തം കാണിക്കുകയും ചെയ്യുന്ന സ്വഭാവം നമ്മളിൽ ഒരുപാട് ആളുകളിൽ ആ സ്വഭാവമുണ്ട്. എന്നിലും നിങ്ങളിലും ആ സ്വഭാവം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരല്പം ₹1 സദഖ കൊടുത്താൽ ഞാനത് കൊടുത്തു എന്ന് ഒരു തോന്നലുണ്ടാക്കുന്ന ചിന്ത പിശാച് നമ്മളോട് എപ്പോഴും മന്ത്രിച്ചു കൊണ്ടിരിക്കും. അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറഞ്ഞ് രക്ഷപ്പെടലാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അള്ളാഹുവിന്റെ വജ്ഹിനെ മാത്രം കരുതി കൊടുക്കുക. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സംഭാവനകളെ ഒന്ന് കണക്കാക്കി നോക്കുക. എവിടെയാണ് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് എന്ന് ഓരോ സംഭാവന നൽകുന്ന ആളുകളും ചിന്തിച്ചു നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി കൊടുക്കാതിരിക്കുകയും അതേസമയം സ്വന്തം താല്പര്യങ്ങൾക്ക് ഒരുപാട് കൊടുക്കുകയും ചെയ്യുന്നത് ഉത്കൃഷ്ട നടപടിയെ നിർവഹിക്കുന്ന ധിക്കാര സമീപനമാണ് എന്ന് പറയാം. അങ്ങനെ പണം കൈകാര്യം ചെയ്യുന്ന ഈ മനുഷ്യന്മാരെ സംബന്ധിച്ച് അവൻ മരിച്ചാൽ, അവൻ നശിച്ചാൽ അവന്റെ ഈ പണം ഒരു പ്രയോജനവും അവന് ചെയ്യുകയില്ല. ഇന്ന അലൈനാ ലൽ ഹുദാ, മാർഗം കാണിച്ചു തരൽ നമ്മുടെ ബാധ്യതയായി തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് നാം ഇതാ മാർഗം കാണിച്ചു തരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. വളരെ സ്നേഹമസൃണമായി കാരുണ്യം ഒലിപ്പിച്ചുകൊണ്ട് പ്രവഹിപ്പിച്ചുകൊണ്ട് കരുണാമയനായ രക്ഷിതാവ് നമ്മളോട് പറയുന്നു, ഇന്ന അലൈനാ ലൽ ഹുദാ, മനുഷ്യരെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ട് വെറുതെ വിട്ടിട്ടില്ല. വഅലല്ലാഹി ഖസ്ദുസ് സബീൽ വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കൂ, നിങ്ങളെ ഞാൻ മാർഗദർശനം ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലദീന ഹതദൂ സാദഹും ഹുദൻ വആതാഹും തഖ്വാഹും, ആരെങ്കിലും ഹിദായത്തിലേക്ക് വന്നാൽ അവന് നാം കൂട്ടിക്കൊടുക്കുന്നതാണ്, ഹിദായത്ത് കൂടുതൽ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. വആതാഹും തഖ്വാഹും, തഖ്വ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറെ എന്തെങ്കിലും വാരി വലിച്ചതുകൊണ്ട് തഖ്വ ഉണ്ടാവില്ല. വല്ലദീന ഹതദൂ, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അള്ളയിലേക്ക് തന്നെ പോകണം. അപ്പോഴാണ് വആതാഹും തഖ്വാഹും, അവരുടെ സൂക്ഷ്മത നാം അവർക്ക് നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇന്നല്ലദീന ആമനൂ വഅമലുസ് സാലിഹാത്തി സയജ്അലുഹുർ റഹ്മാനു ഉദ്ദാ, അള്ളാഹു സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹബന്ധം സ്ഥാപിച്ചു കൊടുക്കുന്നതാണ്. ഒരു സത്യവിശ്വാസി മാന്യനായി പെരുമാറുമ്പോൾ അവന്റെ ഭാര്യ, അവന്റെ മക്കള്, അവന്റെ കുടുംബക്കാര്, അവന്റെ അയൽക്കാര്, അവന്റെ നാട്ടുകാര്, അവന്റെ ജോലി സ്ഥലത്തെ ആളുകള്, അവന്റെ ഓഫീസിലെ ആളുകള്, അവന്റെ സംഘടനയിലെ ആളുകള്, എന്തിനധികം ശത്രുക്കൾ പോലും അവനോട് സ്നേഹാദര ബഹുമാനത്തോടു കൂടി പെരുമാറും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. മാന്യനായ ഒരു മനുഷ്യനെ എതിരാളിയാണെങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ഉത്തമമായി പെരുമാറുന്ന ഒരവസ്ഥാവിശേഷം നാം സൃഷ്ടിച്ചു കൊടുക്കും. സയജ്അലുഹുർ റഹ്മാനു ഉദ്ദാ. അപ്പൊ എല്ലാ നിലയ്ക്കും ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉണ്ടാകുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അഭയം പ്രാപിക്കുക, അവനിൽ വിശ്വസിക്കുക, ഉത്കൃഷ്ട നടപടിയിലേക്ക് നീങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മളോട് അല്ലാഹു തആലക്ക് പറയാനുള്ളൂ. അതായത് നിങ്ങളെ ദുന്യാവും പരലോകവും ഒക്കെ എന്റെ കൈവശമാണ്. അതുകൊണ്ട് ദുന്യാവിലായാലും പരലോകത്തിലായാലും എന്നെ വിട്ടിട്ട്, നാം പറയുന്ന വഴി വിട്ടിട്ട് വേറൊരു വഴി വിജയത്തിനായി ആശ്വാസത്തിനായി നിങ്ങൾക്ക് ലഭ്യമാവുകയില്ല അടിമകളെ. അതുകൊണ്ട് ഈ മാർഗം സ്വീകരിച്ചുകൊള്ളുക. പ്രവാചകരെ, ഇത് താങ്കൾ അവരെ പറഞ്ഞു പഠിപ്പിച്ചാലും എന്നുള്ള നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. എന്നിട്ട് പ്രവാചകൻ പറയും, ഇതൊന്നും കേട്ടില്ലെങ്കിൽ ഫഅൻദർതുകും നാറൻ ഫലല്ലാ, നിങ്ങൾ ആപതിക്കാൻ പോകുന്നത് കത്തിയാളുന്ന നരകത്തിലാണ്. അത് ഞാൻ നിങ്ങൾക്കിതാ താക്കീത് നൽകുകയാണ്. ലാ യസ്ലഹ ഇല്ലൽ അഷ്ഖല്ലദീ കസ്സബ വതവല്ല.
നിഷേധിക്കുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന മഹാദൗർഭാഗ്യവാനാണ് ആ കത്തിയാളുന്ന നരകത്തിലേക്ക് ചെന്നു വീഴുക. അതുകൊണ്ട് നിങ്ങൾ നിഷേധിക്കരുത്, പിന്തിരിഞ്ഞു പോകരുത്. വസയുജന്നബുഹൽ അത്ഖല്ലദീ യുതി മലഹു യതസക്ക. ആ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു നിർത്തുന്നത് സൂക്ഷ്മത പാലിക്കുകയും അതായത് പരിശുദ്ധി ആർജിക്കാൻ വേണ്ടി അവന്റെ ധനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ലഭ്യമാക്കാൻ വേണ്ടി അവന്റെ ധനം മറ്റുള്ളവർക്ക് അവന് ലഭിച്ചത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നവനാണ്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നരകത്തിലേക്കുള്ള വഴിയാണ് സ്വയം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. ഇങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച് ഒരു പൈസ മുതൽ 1000 കോടി രൂപ വരെ ചെലവാക്കുന്ന ആരായാലും ശരി, ഒമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ബിതിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർളാ. അവന് ഈ ചെയ്ത ഉപകാരത്തിന്റെ പേരിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് യാതൊരു വിധമായ പ്രതിഫലവും അവൻ ഉദ്ദേശിക്കുന്നില്ല. നിഷ്കാമകർമ്മം എന്നൊക്കെ പറയുന്നത്, നിഷ്കാമകർമ്മം എന്നൊക്കെ നമ്മൾ ഹിന്ദു മിത്തോളജിയിൽ കേൾക്കാറുണ്ട്. ലാ ജസാഉ മിൻകും വലാ ശുകൂറ. നിങ്ങളിൽ നിന്ന് ഞാൻ ഒരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല, ഒരു നന്ദി വാക്ക് പോലും ആവശ്യപ്പെടുന്നില്ല. കാരണം ഇതെന്റേതല്ല, ഞാൻ നിങ്ങൾക്ക് നൽകിയത് എനിക്കിത് നൽകുകയും നൽകാൻ മനോഭാവം നൽകുകയും ചെയ്ത മഹാനായ അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്നിലൂടെ നിങ്ങൾക്കെത്തിയത്. അവിടെ അസൂയയുടെ പ്രശ്നമില്ല. കൊടുക്കുന്നവന്റെ മേൽസ്ഥാനം ഉദ്ദണ്ഡ ഭാവം ഉണ്ടാകുന്നില്ല, വാങ്ങുന്നവന്റെ അധമ മനസ്സുണ്ടാകുന്നില്ല. ഇവിടെ മനുഷ്യനെ ഒരേ നിലയിൽ നിർത്തുന്നു. കൊടുക്കാനും വാങ്ങാനുമായി ചില ആളുകളെ ജീവിതത്തിന്റെ ഒഴുക്കിനു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ ആശ്രിതനാണെങ്കിൽ വിധേയനല്ല എന്ന് ആശ്രിതനായ ആളിന് മനസ്സിലാവണം. ആ മറ്റേ ആള് ആശ്രയിക്കപ്പെടുന്ന ആളാണെങ്കിൽ ഞാനിത് കൊടുക്കുന്നത് എൻ്റെ ഒരു വലിയ സ്ഥാനം കൊണ്ടല്ല, എൻ്റെ ഔദാര്യം കൊണ്ടല്ല എന്ന രീതിയിൽ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ നൽകപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിച്ചത് മറ്റുള്ളവർക്ക് ഹൃദയം തുറന്നു കൊടുക്കാൻ, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചു കൊടുക്കാൻ, പരിശുദ്ധി ആഗ്രഹിച്ചു കൊടുക്കാൻ തയ്യാറായ മനുഷ്യന്മാരെ മാത്രമേ യഥാർത്ഥത്തിൽ മാർഗദർശനം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാത്തവരുടെ പ്രവർത്തനങ്ങളെല്ലാം പാഴായി പോകുമെന്ന വലിയ ഒരു താക്കീതാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഇല്ലാ ബിതിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർളാ. അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു ഒരു വാക്കായാലും ഒരു പൈസയായാലും ഏതൊരു സംഭവമായാലും പ്രവൃത്തിയായാലും അതിന് ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. അവനെ നാം തീർച്ചയായും സംതൃപ്തനാക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. അള്ളാഹുവിന്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കപ്പെടുകയില്ല. ലംഘിക്കപ്പെടാത്ത ആ വാഗ്ദാനത്തിന്റെ മഹോന്നതയുടെ അനുഗ്രഹം ലഭ്യമാക്കുമാറ് നമുക്ക് പ്രവർത്തിക്കാൻ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅദീമി സുൽത്താനിഹി. സുബ്ഹാനക ലാ നുഹ്സീ സനാഅൻ കമാ അസ്നൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് നമ്മളോട് അതീവ കാരുണ്യവും അങ്ങേയറ്റത്തെ സ്നേഹവുമുണ്ട്. ഖുർആനിൽ അത് പല സ്ഥലത്തും അല്ലാഹു എടുത്തെടുത്ത് പറഞ്ഞതാണ്. വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ് വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. അടിമകളോട് അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനാണ് രക്ഷിതാവ്. പക്ഷേ അധികം ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് ജാഗ്രത അനിവാര്യമാണ്. എപ്പോഴും ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കണം. അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ശ്രദ്ധ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. സ്വർഗ നരകങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണം. സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആശയും പ്രതീക്ഷയും കിട്ടാനുള്ള ആഗ്രഹം ഉണ്ടാവണം. നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ പേടിയും ഭയപ്പാടും പടച്ചവനെ രക്ഷപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാവണം. ഒരാൾ ഒരു ദിവസം
പറയാ, അള്ളാഹുവിനെ നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചോളൂ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് പറയാം. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, സ്വർഗത്തിലേക്ക് പ്രവേശനം ചോദിക്കുന്നു. അപ്പോൾ അദ്ഖിൽനി എന്നും അജിർനി എന്നുള്ള അജിർന എന്ന് പറയാം. അല്ലാഹുമ്മ അജിർന മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് 70 പ്രാവശ്യം ഒരാൾ ഒരു ദിവസം പറഞ്ഞാൽ നരകം അള്ളാഹുവിനോട് പറയും, നാഥ, നിന്റെ ഇന്ന അടിമ എന്നിൽ നിന്ന് നിന്നോട് കാവലിനെ ചോദിച്ചിരിക്കുന്നു 70 പ്രാവശ്യം, അതുകൊണ്ട് അവനെ നീ എന്നെ കൊണ്ടുവരല്ലേ എന്ന് നരകം ശുപാർശ ചെയ്യുന്നു. ആ സമയത്ത് സ്വർഗം പറയും, അള്ളാഹുവെ, നിന്റെ സ്വർഗത്തിലേക്ക് ആശയമായി നിന്റെ അടിമ 70 പ്രാവശ്യം ചോദിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവനെ നീ എന്നിലേക്ക് അടുപ്പിക്കണേ എന്ന്. അപ്പോൾ സ്വർഗ നരകങ്ങൾ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നു. ഇത് ഗൈബിയായി ഒരു സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ചതാണ്. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടാകണം. എപ്പോഴെങ്കിലും ദിവസം 70 പ്രാവശ്യം അങ്ങനെ ചെല്ലാൻ വലിയ ബുദ്ധിമുട്ടുള്ള സംഗതി എന്നല്ല. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അജിർനി എന്ന് പറഞ്ഞാൽ ഞാൻ, അജിർന എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളും കുടുംബവും നാട്ടുകാരും നമ്മൾ ഉദ്ദേശിക്കുന്ന സത്യവിശ്വാസികൾ മുഴുവൻ അതിൽപ്പെടും. വളരെ ഒരൊറ്റ നീ നാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എന്നുള്ളത് നാ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കുള്ള ഒരു ഹദിയയും കൂടെ ആവും എന്നുള്ളതാണ്. വിശ്വാസി എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ എതിരാളികളാണെങ്കിൽ പോലും വിശ്വാസിയാണെങ്കിൽ അവനും കടന്നോട്ടെ സ്വർഗത്തിലേക്ക് എന്ന ഒരു ഹൃദയ മനോഭാവമാണ് വിശ്വാസിക്കുണ്ടാവേണ്ടത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് എവിടെയെങ്കിലും നടക്കുമ്പോഴോ പോകുമ്പോഴോ ബസ്സിൽ നിൽക്കുമ്പോഴോ പെണ്ണുങ്ങൾ അടുക്കളയിലുള്ളപ്പോഴോ എപ്പോൾ ബാത്റൂമിലില്ലാത്ത ഏത് സമയത്തും അത് നമുക്ക് ചെല്ലാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളിൽപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ഖുതുബയിൽ നിന്ന് പോകുമ്പോൾ മനസ്സിലിങ്ങനെ ഓടിക്കൊട്ടെ, സ്വർഗം എന്നത് ചെറിയ കാര്യമല്ല, അത് ജീവിതത്തിൻ്റെ വലിയ സംഗതിയാണ്. നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു രക്ഷയില്ല. നരകത്തിലെങ്ങാനും ആയിപ്പോയാൽ സഹിക്കാൻ കഴിയില്ല, ചിന്തിക്കാൻ കൂടി പറ്റില്ല. ഒരിക്കലും അങ്ങോട്ട് പോകാതിരിക്കാൻ, അവിടെ പെട്ടുപോകാതിരിക്കാൻ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبو بكر وعمر وعثمان وعلي وعن بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ആര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാക്കുകയും സ്വർഗത്തിൽ നിന്റെ ലിഖാഹ് നൽകി ഫിർദൗസിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് അകലെ ജീവിക്കുന്ന ആളുകൾക്ക് തഖ്വയും ഹിദായത്തും ഇസ്തിഖാമത്തും നൽകി ഉള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യം നീ കാത്തി രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ധനത്തിലും സന്താനങ്ങളിലും നീ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമാക്കി തരണേ തമ്പുരാനെ. പ്രയാസം ഞങ്ങളിൽ നിന്ന് ലഘൂകരിച്ച് തരണേ തമ്പുരാനെ. പ്രയാസം ഞങ്ങൾക്ക് വെക്കല്ലേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടി തരണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങൾ നീ ശിഫാക്കി തരണേ തമ്പുരാനെ. ആസ്പത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ട അപകടവും അല്ലാത്തതുമായ ഒരുപാട് രോഗികൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ദ്വാരക്കാൻ വസീയത്തുണ്ട്. എല്ലാ അത്തരം രോഗികൾക്കും നീ ആശ്വാസം നൽകണേ തമ്പുരാനെ. അവരുടെ ബന്ധുമിത്രാദികൾക്ക് നീ സമാധാനം നൽകണേ തമ്പുരാനെ. എത്രയും പെട്ടെന്ന് നീ ശിഫ നൽകി അവരെ വീട്ടിലെത്തിക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, അടുത്ത് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആൾക്കാർക്കും അവരുടെ കബറിടങ്ങളെ ആദം നബി മുതൽ ഇന്നുവരെയുള്ള മുഴുവൻ സത്യവിശ്വാസികളുടെ കബറിടങ്ങളോടൊപ്പം സ്വർഗ പൂങ്കാവനങ്ങളാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാൻ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ ഖുർആൻ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് അത് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാൻ, ഞങ്ങളുടെ അന്തസ്സും അഭിമാനവും നീ രക്ഷിക്കണേ തമ്പുരാനെ. എല്ലാ നിലക്കും നിനക്ക് സാക്ഷികളാക്കി വളർത്തണേ തമ്പുരാനെ. നിനക്ക് സാക്ഷികളായിക്കൊണ്ട് എന്നെ മരിപ്പിക്കണേ തമ്പുരാനെ. സംതൃപ്തമായി നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم انصر جيوش المسلمين. اللهم انصر
وأعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعانا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.